കേന്ദ്ര അവഗണനയ്ക്കെതിരായ കേരളത്തിന്റെ സമരം മറ്റന്നാൾ. സമരൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ദില്ലിയിലെ ജന്തർ മന്ദറിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. മോദി സർക്കാരിനെതിരായ കർണാടകയുടെ സമരം നാളെ നടക്കും. വിവരങ്ങളുമായി ജിൽബി തോംസൺ ചേരുകയാണ് ദില്ലിയിൽ നിന്നും. ജിൽബി, അതായത് കേന്ദ്ര അവഗണന ഓരോ സംസ്ഥാനങ്ങളും തിരിച്ചറിഞ്ഞു വരുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരത്തിൽ കേരളം സംഘടിപ്പിക്കുന്ന ഒരു സമരത്തിനൊപ്പം കർണാടക അടക്കം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പങ്കുചേരുക എന്നുള്ളത്. ഒരുക്കങ്ങളൊക്കെ തന്നെ എവിടെ വരെ ആയിട്ടുണ്ട്? എന്താണ് നൽകാൻ കഴിയുന്ന വിവരം? ആതിര, കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ ഒരു സമരത്തിലേക്കാണ് ഇപ്പോൾ കേരളം പോകുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ കേരളം ആദ്യമേ തന്നെ ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധത്തിന്, അതായത് മോദി സർക്കാരിൻ്റെ ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായിട്ട് എത്തിയത്. ദില്ലിയിലെ ജന്തർ മന്ദറിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇവിടെ ബാനറുകൾ അടക്കം കാണാൻ കാരണം കേരളത്തെ തകർക്കരുത്, അതുപോലെ തന്നെ ഫെഡറലിസത്തെ അട്ടിമറിക്കുന്ന കേന്ദ്ര സമീപനം അവസാനിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ മാനിക്കുക, കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടുള്ള ഒരു ബാനർ അടക്കം ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇത് ദില്ലിയിലെ കേരള ഹൗസാണ്. ഇവിടെ ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശക്തമായ ഒരു സമരം തന്നെയായിരിക്കും നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റന്നാൾ ഇപ്പോൾ ദില്ലിയിലെ ജന്തർ മന്ദർ സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ MLA-മാർ, മന്ത്രിമാർ, LDF MP-മാർ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം അത്രത്തോളം കേരളത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നു. കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതമൊന്നും തരുന്നില്ല. കാരണം അത്രത്തോളം പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ LDF സർക്കാരിനെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ഈ പ്രതിസന്ധിയിലേക്ക് വിടുന്ന നീക്കങ്ങളും നടപടികളും അത്തരത്തിലുള്ള നയങ്ങളുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്രത്തിൻ്റെ ഈ പ്രതികാര നടപടിക്കെതിരെയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കേരളം കടന്നിരിക്കുന്നത്. എന്തായാലും നാളെയാണ് സമാനമായ രീതിയിൽ കർണാടകീയ പ്രതിഷേധം നടക്കുക. കർണാടകയിലും അവരും ഉന്നയിക്കുന്ന ഒരു കാര്യം, കാരണം നമുക്കറിയാം BJP നിന്ന് കോൺഗ്രസ് അവിടെ ഭരണം തിരിച്ചെടുത്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അവഗണന തന്നെ കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്നു. ന്യായമായ വിഹിതങ്ങളൊന്നും കിട്ടുന്നില്ല. ഏകദേശം 62,000 കോടി രൂപയുടെ നഷ്ടം അല്ലെങ്കിൽ ഫണ്ട് കുടിശ്ശിക ഉണ്ട് എന്നുള്ള അവകാശവാദങ്ങളൊക്കെ കോൺഗ്രസ് സർക്കാർ അവിടെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ കേന്ദ്രം പറയുന്നത്, അതായത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതങ്ങളൊക്കെ തങ്ങൾ നൽകി കഴിഞ്ഞു എന്നുള്ള അവകാശവാദങ്ങളുമായിട്ട് കേന്ദ്രവും ഇതിനിടെ രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും BJP ഇതര സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. സമാനമായ രീതിയിൽ മറ്റന്നാൾ തമിഴ്നാട് MP-മാരും ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. എന്തായാലും കേരളവും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ മറ്റന്നാൾ നടത്താനിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു സമരം അല്ലെങ്കിൽ ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ഈ ജനവിരുദ്ധ നയങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള നയങ്ങൾക്കെതിരെ ശക്തമായി പോരാടാൻ തന്നെയാണ് ഇപ്പോൾ കേരളം തീരുമാനിച്ചിരിക്കുന്നത്. ആതിര. ജിൽബി, അതായത് തന്നെ കേരളത്തെ എത്രത്തോളം കേന്ദ്രം ഞെരുക്കി എന്നുള്ളത് നമ്മൾ മുമ്പുണ്ടായിരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർ പ്രക്ഷോഭം എന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കേരളം നീങ്ങുന്നത്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്കും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ കൂടുതലായിട്ടും കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ വാദഗതികളൊക്കെ തന്നെ ഈ കേന്ദ്രം നിരത്തുമ്പോഴും ഈ സമരങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ എത്രത്തോളം പൊള്ളയായ വാദങ്ങളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നൊരു കാര്യം കൂടിയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. അതിര, കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം ഒരു നിലപാട് വ്യക്തമാക്കിയത്. അതായത് കേരളത്തിന് നൽകേണ്ട വിഹിതങ്ങൾ നൽകി, അതായത് കേന്ദ്രത്തിന് ലഭിക്കേണ്ട നികുതി പണം, ധനക്കമ്മി ഗ്രാൻറ്റുകൾ, കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവയെല്ലാം നൽകി കഴിഞ്ഞു എന്നുള്ളൊരു അവകാശവാദം കേന്ദ്രം ഉയർത്തിയിരുന്നു. ഒപ്പം കേന്ദ്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അതായത് കേരളം കടമെടുക്കുന്ന പണമൊക്കെ പെൻഷൻ, ശമ്പളം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അതായത് കേരളം ആവശ്യപ്പെടുന്നത്, അതായത്
അർഹമായ വിഹിതം, അതായത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ വിഹിതങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ് കേരളം ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ആ വിഹിതം ലഭിക്കുക, കാരണം കേരളത്തിൻ്റെ വലിയ രീതിയിൽ വികസന മുരടിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിൽ യാതൊരു സംശയവുമില്ല. കാരണം കിഫ്ബി പോലുള്ള സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളിലെ ഈ കടമെടുപ്പ് അത് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അതിൻ്റെയൊക്കെ കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുണ്ട്. അതായത് ന്യായമായ വിഹിതം കേരളത്തിന് ലഭിക്കണം എന്നുള്ള ആവശ്യം മാത്രമാണ് കേരളം മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷേ കേന്ദ്രം അപ്പോഴും പൊള്ളയായ അവകാശവാദങ്ങൾ തന്നെ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്തായാലും ശക്തമായ സമരത്തിലേക്ക് ഇപ്പോൾ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും മറ്റന്നാൾ നടക്കുന്ന ഈ സമരത്തിലേക്ക് മറ്റ് BJP ഇതര സംസ്ഥാനങ്ങളിലെ എല്ലാ നേതാക്കളെയും വിളിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെല്ലാം ഇതിൽ പങ്കെടുക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് കപിൽ സിബൽ, അതുപോലെ തന്നെ മറ്റ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ള, NCP നേതാവ് ശരത് പവാർ തുടങ്ങി മറ്റ് പ്രതിപക്ഷ നേതാക്കൾ എല്ലാം ഈ ഒരു സമരത്തിലേക്ക് വിളിച്ചിട്ടുമുണ്ട്. അവർ എത്തുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ശക്തമായ ഒരു സമരത്തിലേക്ക് തന്നെ ഇത് നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം BJP ഇതര സംസ്ഥാനങ്ങളൊക്കെ ഒന്നടങ്കം അവരുടെ ആവശ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം തന്നെ കേന്ദ്രം നടത്തുന്നു. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സമാനമായ രീതിയിൽ കർണാടകയും സമാന ആവശ്യങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ട് തമിഴ്നാടും രംഗത്തെത്തി. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ ഈ മമതാ ബാനർജിയും ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരമൊക്കെയായിട്ട് രംഗത്തുണ്ട്. എന്തായാലും കേന്ദ്രം ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ, അതായത് സംസ്ഥാനത്തെ വികസനങ്ങളെ തകർക്കാനുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ആ ശ്രമങ്ങൾക്കെതിരെയൊക്കെ ഇപ്പോൾ ശക്തമായ സമരം തന്നെ നടത്താൻ, പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ നടത്താൻ ഇപ്പോൾ കേരളം തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും ഈ ദില്ലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദില്ലിയിലെ ജന്തർ മന്ദിറിലാണ് മറ്റന്നാൾ ഈ പ്രതിഷേധം നടക്കുക. അതിര ശരി, ജിൽബി തോമസനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.